ജയരാജ്, ഇവിടെ കണ്ണൂർ പോലെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയിലെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം പുറത്തു വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് രേഖകളില്ലാതെയാണ് എന്ന മൗഢ്യം അങ്ങേക്കുണ്ടോ എന്നറിയില്ല. ഇനി ആ മൗഢ്യം അങ്ങേക്കുണ്ടെങ്കിൽ തന്നെയും അതിനുള്ള രേഖകൾ പുറത്തുവിടാമെന്ന് അങ്ങയുടെ വെല്ലുവിളി സ്വീകരിക്കുന്നു സി വി കുഞ്ഞികൃഷ്ണൻ. എന്തവതാ പറഞ്ഞാലും രക്തസാക്ഷി ഫണ്ടിൽ കൈമുക്കിയവനെ MLA ആണെങ്കിലും മന്ത്രിയാണെങ്കിലും കഴുത്തിന് പിടിച്ച് പുറത്താക്കാതെ, പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കാതെ ഈ മുഖത്തെ കരിവാളിപ്പ് മാറ്റിയെടുക്കാൻ CPM-ന് കഴിയുമോ ശ്രീ ജയരാജ്? ഇതിനകത്ത് പാർട്ടിയിൽ ഇത് ചർച്ച ചെയ്തു. ഈ ചർച്ച ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള തെളിവില്ല എന്ന് കണ്ടെത്തി പാർട്ടി കമ്മിറ്റി കണ്ടെത്തുകയുണ്ടായി. ആ വിഷയമാണ് വീണ്ടും ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അത് പുറത്തു വന്ന് പറയുന്നത്, മനസ്സിലാക്കുന്നത്. പറയുമ്പോൾ അതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ആണ് കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം അതിന്റെ തെളിവുകളാണ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ള നടപടികളുണ്ടാവും. പിന്നെ ഈ കോൺഗ്രസിന് നേതാവ് ഇടുന്നുകൊണ്ട് പറയുന്ന കേട്ടു, നമ്മൾ ഈ വയനാടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് അന്നേരം ഭയങ്കര വിഷമമാണ് തോന്നിയത്. നമ്മുടെ വിജയൻ എന്ന് പറഞ്ഞിട്ടൊരു DCC ട്രഷറർ ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ മകൻ്റെ ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ട് IC ബാലകൃഷ്ണൻ MLA-യുടെയും പിന്നെ പങ്കും, MD അപ്പച്ചൻ്റെ പങ്കും, KK ഗോപിനാഥൻ്റെ പങ്കും, PV ബാലേന്ദ്രൻ്റെ പങ്കും ഒക്കെ നമ്മൾ കുറേ അധികം ചർച്ച ചെയ്തതാണ്. അവരാണ് യാതൊരു ഉളുപ്പും ഇല്ലാതെ വന്നിരുന്നിട്ട് ഈ ഒരു കാര്യത്തിൽ ചർച്ച ചെയ്യുന്നത്. പിന്നെ നേരത്തെ നമ്മുടെ വളരെ ക്രിയാത്മകമായി പറഞ്ഞ 5 കോടി ജുവലറി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഊഹാപോഹ കണക്കുകളും ഒരു കഥയൊക്കെ ഉണ്ടാക്കി വളരെ മനോഹരമായിട്ട് മെനഞ്ഞ ഒരു കക്ഷി വിട്ടുന്നുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും ഒരു നിരീക്ഷകനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ നേർക്കുന്നതിന് അറിയാവുന്ന ഒന്നാന്തര നേതാവായിരുന്നു ശ്രീ ജയരാജ്. ഇപ്പൊ പാർട്ടി CPM ഇല്ല എന്നുള്ളതേ ഉള്ളൂ. എക്സ് കമ്മ്യൂണിസ്റ്റ്. അദ്ദേഹത്തിന്റെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. പഴയ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്ന ഒരാൾ, പാർട്ടിക്കാരനായിരുന്ന ഒരാൾ. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇലക്ട്രൽ ബോണ്ടിലൂടെ പണമൊന്നും വരത്തില്ല ബാലകൃഷ്ണ സഖാവെ. പഴയ സഖാവെ, നമുക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെ പണമൊന്നും വരത്തില്ല. ഈ പണം ആളുകളുടെ നിന്ന് പിരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഒരു 5 ലക്ഷം രൂപ പിരിച്ചാലും അത് അവർക്ക് ടാക്സിൽ എക്സംപ്റ്റ് ചെയ്യും. അത് കൃത്യമായിട്ടുള്ള റെസിപ്റ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതിനകത്ത് ടാക്സ് എക്സംപ്ഷൻ കിട്ടും. സർക്കാർ അതിന് പിന്നെ കള്ളപ്പണോ വെള്ളപ്പണത്തിൻ്റെ ഒന്നും പ്രശ്നം വരുന്നില്ല. കള്ളപ്പണത്തിൻ്റെ വെള്ളപ്പണത്തിൻ്റെ ഒന്നും പ്രശ്നം അതിനകത്ത് വരുന്നില്ല. പിന്നെ ദുബായ് അക്കൗണ്ട്, മറ്റേ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഊഹാപോഹങ്ങൾ സൃഷ്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ വെള്ളരിക്ക പട്ടണത്തിലൊന്നും അല്ലല്ലോ ജീവിക്കുന്നത്. കൃത്യമായി കണക്ക് കൊടുക്കുകയും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഓഡിറ്റ് ചെയ്യുകയും ഏറ്റവും കൃത്യമായിട്ട് ഇൻകം ടാക്സ് അടയ്ക്കുകയൊക്കെ ചെയ്യുന്ന രക്തസാക്ഷി ഫണ്ട് അള്ളി അകത്താക്കി എന്ന ആരോപണം നേരിടുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് വയനാട് പറയാൻ പറ്റുക? എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ വയനാട് ഫണ്ട് പറയാൻ പറ്റുക? അവർ തിരിച്ചു ചോദിക്കില്ലേ? പാർട്ടിക്ക് വേണ്ടി വെട്ടറ്റ് വീണ് ഒരുത്തിന്റെ പൈസ അടിച്ചു മാറ്റുന്നോ നിങ്ങൾ ചോദിക്കില്ലേ? മറുപടി ഉണ്ടാവുമോ ജയരാജ്? അതിന്റെ തെളിവുകൾ വരട്ടെ, അദ്ദേഹത്തിന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കട്ടെ. ഞാൻ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞത് എന്നെ മനസ്സിലാക്കാത്തതുകൊണ്ടാണെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയാം. വിമർശനത്തിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, പക്ഷേ ഐക്യപ്പെട്ട പ്രവർത്തനമാണ് ആവശ്യം എന്നാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ലേഖനത്തിൽ ലെനിൻ പറഞ്ഞത്. ആ ലെനിനെ കോട്ട് ചെയ്തിട്ടാണ് ഞാൻ തുടങ്ങിയത്. അത് ഇനി ആരും മനസ്സിലായില്ല അല്ലെങ്കിൽ മനസ്സിലാവാത്ത കണക്കൊന്നും അടിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. അത് പറയുമ്പോൾ ഞാനത് നെറികെട്ട രീതിയിൽ രക്തസാക്ഷി ഫണ്ട് പിരിച്ചു മുക്കി പിടിച്ചു നക്കി എന്ന് പറയുമ്പോഴത്തെ എന്തോന്ന് പ്രത്യയശാസ്ത്രം? ഒരു ചുക്കുമില്ല, ഒരു മണ്ണാങ്കട്ടയുമില്ല. ശ്രീ ജയരാജ്, ഇവിടെ എന്താണ്? ഇവിടെ രക്തസാക്ഷി ഫണ്ട് പിടിച്ച് അടിച്ചു മാറ്റി പറയുന്നത്. അവിടെ എന്ത് പ്രത്യയശാസ്ത്രം? ആർത്തിയുടെ പ്രത്യയശാസ്ത്രം, ആമാശയത്തിന്റെ പ്രത്യയശാസ്ത്രം അത്രേ ഉള്ളൂ. ചുമ്മാ ലെന്നെ എടുത്തിട്ടല്ലേ ഇവിടെ? ഇവിടെ മോഷണമാണ്, ഇവിടെ ധനാപഹരണമാണ്. ഒരു പ്രത്യയശാസ്ത്രവും ഇല്ല. ഒരു പ്രത്യയശാസ്ത്രം ധനാഭരണത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണങ്ങൾ നടത്തും. ആ പാർട്ടിക്ക് പ്രത്യയശാസ്ത്രം ഉണ്ടാവാം, അതിൽ ജീവിക്കുന്ന കുഞ്ഞുകൃഷ്ണനെ പോലുള്ള മനുഷ്യരുണ്ടാവാം. നമ്മളീ പറയുന്ന അതല്ല. നമ്മളീ പറഞ്ഞ ആ പാർട്ടിയെ പറ്റിയോ ആ നേതാക്കളെ പറ്റിയോ അല്ല. രക്തസാക്ഷി ഫണ്ടിൽ കൈവറക്കാത്ത വൃത്തികെട്ടവന്മാരെ പറ്റിയാ പറയുന്നത്. അവിടെ എന്നെ പറ്റി പറയേണ്ട കാര്യമില്ല. എന്തെല്ലാം അതിന്റെ തിരിച്ചടികൾ ഉണ്ടാവും എന്നുള്ള കാര്യം അദ്ദേഹം അറിഞ്ഞുകൊണ്ടല്ല പറയാതിരിക്കുന്നത്. അദ്ദേഹത്തിന് വളരെ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ആ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് പാർട്ടിയെ കരിവാരി പോകുക എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ്. ഇന്നലെ മുസ്ലിം ലീഗിലോട്ട് മാറിപ്പോയ വേറൊരു കക്ഷിയും പറഞ്ഞത് ആ ഒരു ലൈൻ തന്നെയാണ്. ഒരു കാരണം പറ. അല്ലാതെ ഇതിനകത്ത് വേറെ മറച്ചേക്കണം. ഇതിനകത്ത് വലിയ
അല്ല ഒരു ദുഷ്ടലക്ഷ്യം പറ, ഹാഷ്മിയുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ദുഷ്ടലക്ഷ്യം പറ. ഒന്നും ആവശ്യമില്ല ഹാഷ്മി. അല്ല ജയരാജ് ഒരൊറ്റ ദുഷ്ടലക്ഷ്യം പറ. വി കുഞ്ഞികൃഷ്ണൻ 50 വർഷത്തെ പാർട്ടി പ്രവർത്തനത്തിനൊടുവിൽ പാർട്ടിക്കകത്ത് ഈ തെളിവ് മൊത്തം കൊടുത്ത് ഒരു രക്ഷയില്ലാതെ പാർട്ടി മുടിഞ്ഞു പോകുന്ന ആഗ്രഹത്തിൽ പുറത്തുനിന്ന് പറയുന്ന കുഞ്ഞികൃഷ്ണന്റെ ഒറ്റ ദുഷ്ടലക്ഷ്യം പറ. RSലോട്ട് പോകാനോ, ലീഗിലോട്ട് പോകാനോ? അത് കണ്ടറേ 29-ാം തീയതി കഴിയട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.